അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശബരിമലയിലെ സ്ട്രോങ് റൂമിലുള്ള മുഴുവൻ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കാനാണ് വിരമിച്ച ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്ട്രോങ് റൂം രജിസ്റ്റർ, തിരുവാഭരണം രജിസ്റ്റർ എന്നിവ പരിശോധിക്കണം. സ്വർണ്ണാഭരണങ്ങളുടെയും മറ്റുള്ളവയുടെയും അളവ്, മൂല്യം എന്നിവ തിട്ടപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല 99 മുതലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ട് എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു അന്വേഷണത്തിന് ഏറെ പ്രസക്തിയില്ലേ, അതും വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് 100% സ്വാഗതാർഹമാണ്. ഈ ഉത്തരവ് പുറപ്പെടുവിക്കാൻ താമസിച്ചു പോയി എന്ന് മാത്രമേ ഒരു പരാതി ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പമ്പയില് അയ്യപ്പ സംഗമം എന്ന പേരിൽ ആഗോള മുതലാളിത്ത സംഗമം നടത്തിയത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു, ഈ 75 വർഷത്തിലെ 25 വർഷക്കാലത്തെയും കണക്കുകൾ പൂർണ്ണമായും പരിശോധിക്കണം. എന്ന് വെച്ചാൽ ദേവസ്വത്തിന്റെ പ്രായത്തിന്റെ 1/3 കാലത്തെ മൊത്തം കള്ളത്തരവും പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേയേറെ കാലമായല്ലോ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതി പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇപ്പോഴെങ്കിലും അവർക്ക് ഈ ഒരു തോന്നൽ ഉണ്ടായത് അയ്യപ്പ ഭഗവാൻ തോന്നിപ്പിച്ചതാണ് എന്നാണ് എന്നെ പോലെയുള്ള ഭക്തജനങ്ങൾ കരുതുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമം ഉണ്ടായത് 1950-ലാണ്. 50-ലെ തിരുക്കൊച്ചി നിയമസഭയിലെ പറവൂർ TK നാരായണപിള്ള പ്രധാനമന്ത്രി, അന്ന് പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്, തിരുക്കൊച്ചി നിയമസഭയിൽ പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമം ഉണ്ടായത്. ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാർ ഒരു വിവരാവകാശ പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഈ നിയമത്തിന്റെ ഒരു കോപ്പി തരണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരുടെ കയ്യിൽ കാണില്ല. അത്രമാത്രം ഉത്തരവാദിത്തമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംഭവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമം ഉണ്ടാക്കിയ ആ നിയമപുസ്തകത്തിന്റെ കോപ്പി ലഭ്യമാണ് എങ്കിൽ അത് ചില സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ ഉണ്ടത്. ദേവസ്വം ബോർഡിന്റെ കയ്യിലൊന്നും അതിന്റെ പ്രിന്റഡ് കോപ്പി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ആ കോപ്പി ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ട്രാവൻകൂർ പീനൽ കോഡ് പ്രകാരം ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ, ട്രാവൻകൂർ പീനൽ കോഡ്, ഇന്ത്യൻ പീനൽ കോഡും കഴിഞ്ഞ് ഭാരതീയ ന്യായ സംഹിത വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തില് ട്രാവൻകൂർ പീനൽ കോഡ് അനുസരിച്ച് ദേവസ്വം ബോർഡിലെ ഏതൊരു കള്ളനും കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 50 രൂപ ശിക്ഷ മാത്രമാണ്. അപ്രകാരമുള്ള മണ്ടത്തരങ്ങളുടെ ഒരു കേദാര ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ഞാനതൊരു ആമുഖമായി പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് നമ്മളുടെ ഈ ചർച്ച എന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമല എല്ലാ കാലത്തും കള്ളന്മാർക്ക്, ഇതിനകത്ത് താങ്കൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് കള്ളൻ കപ്പലിലാണോ എന്നൊരു ചോദ്യം, കള്ളന്മാർ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാർക്കെതിരെ കേസ് കൊടുക്കാൻ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. അവരെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് താങ്കള്. ഇത് കേരളത്തിലെ ലോകത്തുള്ള എല്ലാ കള്ളന്മാർക്കൂടെ എത്ര കപ്പൽ ഈ ആവശ്യത്തിന് വേണ്ടി വരുമെന്നുള്ള ഒരൊറ്റ ചോദ്യമേ ഇതിനകത്ത് പ്രസക്തിയിലുള്ളൂ. കാരണം അത്രമാത്രം മോഷണമാണ് അയ്യപ്പ ഭഗവാന്റെ പേരിൽ നടക്കുന്നത്. ഇത് തീർത്തും യാദൃശ്ചികമായിട്ട് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കള്ളം നടന്നപ്പോൾ അയ്യപ്പ ഭഗവാൻ തോന്നിപ്പിച്ചതായിരിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കൊണ്ട് ഇപ്രകാരം ഒരു തീരുമാനം എടുപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ഏകദേശം 1200-1300 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ളത്. ഈ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മരാമത്ത് എന്ന് പറയുന്ന വകുപ്പ്. ഈ മരാമത്ത് വകുപ്പിന് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. ശ്രദ്ധിക്കണം, കോടാനുകോടി രൂപ മറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മരാമത്ത്. മരാമത്തില് ഓഡിറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം പോലുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2012-13 കാലയളവിലെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ 1976 ശേഷം തിരുക്കൊച്ചി ദേവസ്വം ബോർഡില്, കൊച്ചി ദേവസ്വം ബോർഡിൽ നാളിതുവരെ സ്റ്റോക്ക് എടുപ്പോ ഇൻവെന്ററിയോ നടന്നിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് നടത്തുന്ന വേണുഗോപാൽ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമാണ്. അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളിലെല്ലാം എല്ലാ റിപ്പോർട്ടുകളുടെ അവസാനം അവർ പറയുന്നത്
ഈ കൊച്ചി ദേവസ്വം ബോർഡിൽ യാതൊരു കണക്കുമില്ല, ഇൻവെന്ററിയെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഞാനത് ആമുഖമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല, പുണ്യ പൂങ്കാവനത്തിലെ ശബരിമല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കറവ പശുവാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ദേവസ്വം ബോർഡിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ മേധാവികളെ മാത്രമല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. എല്ലാ കാലത്തും അധികാരത്തിൽ ഇരുന്നിട്ടുള്ള UDFന്റെയും LDFന്റെയും പ്രതിനിധികളായിട്ടുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരെല്ലാം മുച്ചൂടും അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു ഫോക്കസ് ആണ്. ഞങ്ങളുടെ ആവശ്യം, ഒരു ആവശ്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ ഏറെ കാലം ഭരണം നടത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരുടെയും ആസ്തി വിവരങ്ങൾ കൂടി വിജിലൻസ് അന്വേഷിക്കണം. കാരണം അത്രമാത്രം അവരും തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മെമ്പർമാരും അല്ലെ പ്രസിഡന്റുമാരായിട്ട് ഇരുന്നവരും ഒക്കെ തന്നെ. രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ പൈസ ഉണ്ടാക്കുന്നത് കൂടാതെ ഒരു ആരോപണം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഏറെ കാലത്തെ മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരുടെ വീട്ടിലുള്ള മക്കളും അനന്തരവരും കൊച്ചുമക്കളും ഒക്കെ ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ധനലക്ഷ്മി ബാങ്കിൽ ഈ ദേവസ്വം ബോർഡിലെ ധാരാളം വ്യക്തികളുടെ ബന്ധുക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ കൂടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പരിഗണിച്ച് ഇക്കാര്യത്തിനെ പറ്റി കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ LDFന്റെ ഈ കാലയളവിലെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരോ മെമ്പർമാരോ മാത്രമല്ല കള്ളന്മാർ. നമുക്കറിയാം, നേരത്തെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന UDF പ്രതിനിധിയായിരുന്നു VS ശിവകുമാർ. VS ശിവകുമാറിന്റെ സഹോദരനായിട്ടുള്ള VS ജയകുമാർ ശബരിമലയിലെ പാത്ര തട്ടിപ്പ് എന്ന് പറയുന്ന കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടത്തി പ്രതിയായ സംഭവം നമുക്ക് ഈ സാഹചര്യത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ കാലത്തും 1,87 ലക്ഷം രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയെന്നാണ്. പക്ഷെ അത് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന ചെറുന്നിയൂർ ശശിധരൻ നായരെ വെച്ചൊരു ഒരു അന്വേഷണം നടത്തി, ഒരു കമ്മീഷൻ വെച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ പാത്രങ്ങളെ വാങ്ങിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശബരിമലയിലെ ചൂല് തൊട്ട് എല്ലാ സാധനങ്ങൾക്കും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിയാണ്. ശബരിമലയിലെ മണ്ഡലകാലത്തും എല്ലാ മാസങ്ങളിലും ശബരിമലയിലും അതുമായി അനുബന്ധ സ്ഥലങ്ങളിലും ക്ലീനിങ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഓരോ വർഷവും ഏകദേശം 1000-1500 സാനിറ്റേഷൻ തൊഴിലാളികളെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് ഏകദേശം 400 മുതൽ 450 രൂപ വരെ പ്രതിദിനം അവർക്ക് കൊടുക്കുന്നു എന്നാണ് കണക്ക്. ഒരു സാമ്പിൾ സർവേ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കാലത്തും 1000 ചില്ലുവാനും ജീവനക്കാർ വന്നിട്ടില്ല. ഇവരുടെ പേരിൽ കള്ളക്കണക്ക് എഴുതിയെടുക്കുകയാണ് പൈസ. ചൂല് മേടിക്കുന്നതിന്, അവർക്ക് കഞ്ഞി മേടിക്കുന്നതിന്, അവർക്ക് പേസ്റ്റ് മേടിക്കുന്നതിന്, സോപ്പ് മേടിക്കുന്നതിന് എല്ലാം അഴിമതിയുടെ കൂത്തരങ്ങാണ്. അങ്ങനെ സർവ്വ മേഖലകളിലും ഏറ്റവും കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി തട്ടിപ്പ് നടത്തുന്ന ഒരു കേന്ദ്രമാണ് ശബരിമല. ഈ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ നോക്കണം, നിലയ്ക്കലിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ദേവസ്വം ബോർഡിന്റെ. ലോകത്തുള്ള എല്ലാ പെട്രോൾ പമ്പുകളും ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴും ഈ നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരുന്നത്. 40 ലക്ഷം രൂപ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ അത് കണ്ടുപിടിക്കുകയുണ്ടായി. കൈകൊണ്ട് എഴുതുന്ന രസീതുകള്, സ്റ്റോക്കിന്റെ രജിസ്റ്റർ ഇല്ല. ഇങ്ങനെ പച്ചക്കറി, അരി, ചൂല്, ആന ഇടപാട്, ആനയെ ഓടിക്കാൻ പോലും ശബരിമലയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ശ്രീ എൽ നമ്പ്യാർക്ക് അറിയാമോന്നറിയില്ല, 1-2 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയില് അരവണയ്ക്ക് ഉപയോഗിക്കുന്ന ഏലക്കായ്ക്കകത്ത് രാസവസ്തു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടാനുകോടി രൂപയുടെ ഈ അരവണ പായസം ഉപേക്ഷിച്ചു. ഈ അരവണ പായസം ഉപേക്ഷിച്ചതിന് ശേഷം അവിടുത്തെ ഗോഡൌണിൽ കെട്ടിക്കിടന്നു. ഈ ശർക്കരയുടെ മണമടിച്ച് ആനകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാച്ചർമാരെ താൽക്കാലികമായിട്ട് അവിടെ നിയമിച്ചു. ആ താൽക്കാലികമായി നിയമിച്ച വാച്ചർമാർക്ക് ആനയെ ഓടിച്ച വകയിൽ കോടികളും ലക്ഷങ്ങളും അടിച്ചെടുത്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലഭ്യമായ സൂചന. ഇങ്ങനെ സർവ്വ മേഖലകളിലും ചൂല് തൊട്ട് ആന വരെ, പാത്രം തൊട്ട് പമ്പ ക്ലീനിങ് വരെ സർവ്വ മേഖലകളിലും, സ്വർണമൊക്കെ അതിനകത്തെ ഒരു കാര്യം മാത്രമെന്നേ ഉള്ളൂ, എല്ലാ മേഖലകളിലും തട്ടിപ്പ് നടത്തുന്ന
ഒരു കേന്ദ്രമായി ശബരിമലയെ മാറ്റാൻ ഇടത് മുന്നണിക്കും വലതു മുന്നണിക്കും ഇതുവരെ ഭരിച്ചിട്ടുള്ള എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിർഭാഗ്യമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെയും ദേവസ്വം മെമ്പർമാരുടെയും അവരുടെ ആസ്തിയെ കൂടി ഒന്ന് പരിഗണിക്കണം. ഒരു ജോലിയുമില്ലാതെ ഒരു ഗതിയുമില്ലാതെ വായി നോക്കി നടന്ന പലരും ഇന്ന് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായി ശബരിമലയിൽ ഓണറേറിയം മാത്രമാണ് കിട്ടുന്നത്. ആ ഓണറേറിയം കൊണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായി മാറിയത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് ഇപ്രകാരമുള്ള കള്ളത്തരങ്ങളുടെ കേദാര ഭൂമിയാണ്.